ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതുവരെയായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വം അല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിൻ്റെ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞങ്ങളല്ല പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. രേണുസുതിയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് 2 ദിവസത്തിന് മുന്നേ വന്നൊരു വീഡിയോ ആണ്. നമ്മുടെ കിച്ചുവിൻ്റെ വീഡിയോ, അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിൻ്റെ യൂട്യൂബിലെ ഒരു ലൈവ് വീഡിയോ ആണ് ഞാൻ കാണാനായിട്ടിടയായത്. അതിനകത്ത് കിച്ചു കുറച്ച് കാര്യങ്ങൾ വീട്ടിനെ പറ്റി പറയുന്നുണ്ട്. രേണുസുതി എല്ലായിടത്തും ചെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നത് വീട് പൊട്ടിപ്പൊളിയുന്നു, അവിടെ ആര് താമസിക്കും, എന്തിനു കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നല്ലോ സംസാരിച്ചുകൊണ്ട് കിടന്നത്. അന്നേരം കുറേ ആൾക്കാർ പ്രതികരിച്ചത് ആ വീട് കൊടുത്തത് ഈ മൂത്ത മകനും ഈ ഇളയ കുട്ടിക്കുമാണ്, അല്ലാതെ രേണുസുതിക്കല്ല. രേണുസുതിക്ക് ഇത് പറയാനായിട്ടുള്ള യാതൊരുവിധ അവകാശവും ഇല്ലെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ അതെടുത്ത് വെച്ച് പ്രതികരിച്ചതുമാണ്. എന്തായാലും നമുക്ക് കിച്ചുവിൻ്റെ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. കേട്ടല്ലോ, ഞാനായിട്ട് ഇത് എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഫിറോസൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്ന്. രേണുസുതിക്ക് ഇതിന് എന്താണ് മറുപടി കൊടുക്കാനുള്ളത്? കാര്യം പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ മാത്രമാണ്, നിങ്ങളും പിന്നെ നിങ്ങളുടെ കുറച്ച് കൂട്ടുകാരും. കഴിഞ്ഞ മാസം ഷാരിക എന്ന് പറയുന്ന ആ ഒരു ആങ്കർ ഇവരെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ വരെ ആ വീട്ടിനെ പറ്റി എന്തെല്ലാം തോന്നിവാസം വന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഇത് പറയാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി കിച്ചുവാണ്. കാര്യം കിച്ചുവിൻ്റെ പേര് കിടക്കുന്ന വീടാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവനാണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയേണ്ടത്, അല്ലാതെ നിങ്ങളല്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീട്. അത് കേട്ടല്ലോ, വളരെ നല്ലൊരു വീട്. ബാക്കിയിരിക്കുന്ന കൂട്ടുകാരൻ പറയുന്നതാ. കിച്ചു പറഞ്ഞ ഡയലോഗ് കേട്ടില്ല. എന്നിട്ട് എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. വെറുതെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ രേണുവിനെ പറ്റി എപ്പോഴും വന്ന് പറയുന്നത്. അല്ലാതെ രേണുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ രേണു പ്രഗ്നൻ്റ് ആയതിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ വന്ന് ചർച്ച ചെയ്യാറില്ല. എനിക്ക് താല്പര്യമില്ല. രേണുവിൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ ഞാൻ ഒരിക്കലും എടുക്കത്തുമില്ല. പക്ഷേ ഇവിടെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വീട്ടിൻ്റെ പ്രധാന അവകാശികൾക്ക് പ്രശ്നമില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? ഈ പറയുന്ന തങ്കച്ചനായിക്കോട്ടെ, രേണുവിൻ്റെ കൂട്ടുകാരായിക്കോട്ടെ, ഇവർക്കൊക്കെ എന്താണ് ശരിക്കുള്ള പ്രോബ്ലം? ആ അച്ഛൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ആ അച്ഛൻ ആ വസ്തു കൊടുത്തതിന് പേരിൽ ആ അച്ഛൻ ഇനി കേൾക്കാത്ത ആക്ഷേപമൊന്നുമില്ല പലരുടെയും വായിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം രേണുവിൻ്റെ കൂട്ടുകാരികളുടെ വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് രേണു പറയുന്നുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ വീട്ടിലോട്ടൊന്ന് വരട്ടെ, കാണിച്ചു കൊടുക്കാന്നൊക്കെയുള്ള രീതിയിൽ. ഞാൻ ഇതുവരെയായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോളൂ. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വം അല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. കേട്ടല്ലോ, വീടില്ലാത്ത സമയത്ത് വീട് തന്നത് തന്നെ ഒരു വലിയ കാര്യം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളാണ് സ്വന്തമായിട്ട് പരിഹരിക്കേണ്ടത്, അല്ലാതെ അവരെയല്ല കുറ്റം പറയേണ്ടത്. ഇത് തന്നെയാണ് എല്ലാ ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്. ആ ഒരു വീട് വെച്ച് കൊടുത്തു, ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് ആ ഒരു വീട് അവർക്ക് വെച്ച് കൊടുത്തു. പക്ഷേ ഇനി മുന്നോട്ടുള്ള അതിൻ്റെ മെയിൻ്റെനൻസ് നടത്തേണ്ട ആരാണ്? അവരുടെ ഉത്തരവാദിത്വമല്ലേ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ? അതിന് ഈ പറയുന്ന വെച്ച് കൊടുത്ത ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഇത് തന്നെയായിരുന്നു ഞങ്ങളെ പോലെയുള്ള എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്കൊന്നും മറുപടിയില്ലേ? ഇപ്പം രേണുവിനൊന്നും കമാന്നൊരു അക്ഷരം മിണ്ടണ്ടല്ലേ? ഇത് 2 ദിവസത്തിന് മുന്നേ കണ്ട് വന്നൊരു വീഡിയോ. ഇത് ഫിറോസിക്കയുടെ ഫേസ്ബുക്കിനകത്താണ് ഞാനിത് കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നത്. ഇത് വന്നതിൻ്റെ അന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ റിയാക്ട് ചെയ്തേനെ. ഒരു മനുഷ്യരത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. എന്തായാലും എല്ലാത്തിൻ്റെ വായങ്ങടന്നല്ലേ, സമാധാനമായി. അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടല്ലോ, ഇത്രയും കാര്യങ്ങളാണ് കിച്ചു പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഈ ഒരു അവസരത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ രേണുസുതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കൊല്ലം സുധിയുടെ അതേ കണക്കിരിക്കുന്ന ഒരു വ്യക്തി, കൊല്ലം സുധിയുടെ ഡ്യൂപ്പ എന്നൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ വയ്യ. അയാളും കിച്ചുവായിട്ട് ഈ അടുത്ത് കുറച്ച് ചീത്തവിളിയും ബഹളമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിച്ചുവിൻ്റെ അച്ഛനെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നു, മര്യാദയ്ക്ക് എൻ്റെ പൈസ താടാ,
നിന്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയാം, മറ്റേതാ മറിച്ച എന്നൊക്കെ പറഞ്ഞ് കിച്ചുവിനെ കിടന്ന് ചീത്ത വിളിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് അവൻ റിയാക്ട് ചെയ്ത് തിരിച്ച് ചീത്ത വിളിച്ചു. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കിച്ചുവിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അവൻ അടി കൊടുത്തേനെ, അത് വേറൊരു കാര്യം. കുറേ ആൾക്കാർ എനിക്ക് ഈ ഒരു വിഷയത്തിൽ എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വോയിസ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ തെറിവിളിയാണ്, ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്ന്. ഞാനിത് അയച്ചു തന്ന ആൾക്കാരുടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിച്ചുവിൻ്റെ ഭാഗത്താണ് ന്യായം, കിച്ചുവിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല. കാര്യം വെള്ളമടിച്ച് ബോധമില്ലാതെ കിച്ചുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് രേണു സുധിയുടെയൊക്കെ പൈസയുടെ പേരും പറഞ്ഞിട്ടും കിച്ചുവിൻ്റെ അച്ഛനെ വരെ അപമാനിക്കാൻ ശ്രമിച്ച ഒരുത്തനെ പിന്നെ എന്താ ചെയ്യേണ്ടത്? തിരിച്ച് ചീത്ത വിളിക്കാതെ നിങ്ങൾ തന്നെ പറ. അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പയ്യനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ഇവൻ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പ്രതികരിക്കുന്നില്ല, അത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്നും പറഞ്ഞാൽ അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, അവനെ കൊണ്ട് പറയാൻ നല്ല കഴിവുണ്ട്. അവനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ അവൻ പ്രതികരിക്കും. ഇനി ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതിവൻ ഫിറോസിക്കൊക്കെയായിരുന്നു ഇവൻ ഡയറക്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തത്. അപ്പം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇപ്പം ഈ രേണു സുധിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. നമ്മൾ ഉത്തരവാദിത്തതാ, നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. കേട്ടല്ലേ രേണു സുധിയുടെ കൂട്ടുകാർ, കേട്ടല്ലേ? എനിക്ക് കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഈ പറയുന്ന മറ്റേ കൊല്ലത്തെ വീട്ടിലാണ്, അച്ഛൻ്റെ വീട്ടിലാണ്. അല്ലാതെ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് യാതൊരുവിധ കംഫർട്ടബിളും അല്ല, അതായത് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. എന്തൊക്കെ ബഹളമായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഫിറോസൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു 4 മിനിറ്റോളം വരുന്ന വോയിസ്, അത് ഞാൻ അവസാനം വയ്ക്കും. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേട്ട് നോക്കണം. ഇനി ഈ വീട്ടിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആദ്യം നമ്മുടെ സജീന വ്ളോഗ്സിലെ സജീനയുടെ വീഡിയോ ഞാനിവിടെ വയ്ക്കാം. ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഞാൻ ഇപ്പോഴത്തെ എടുത്ത് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ആ വീടിൻ്റെ ആ സിറ്റുവേഷൻ നമുക്കൊന്ന് കാണാം. ഈ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ വന്ന് എടുത്ത് വെച്ച് കാണിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾക്കിത് പറയാനായിട്ട് യാതൊരുവിധ യോഗ്യതയില്ല, നിങ്ങൾക്കൊന്നും അവകാശമില്ല, എനിക്കോ നിങ്ങൾക്കോ ആർക്കുമില്ല. നമ്മൾ പബ്ലിക്കിൽ വരുന്ന സാധനങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുവാണ്. അല്ലാതെ ഭയങ്കര ആധികാരികമായിട്ട് നിങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെ ഇത് കണ്ടോ എന്നൊന്നും വെറുതെ വായ്ത്താളം അടിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഇത് പറയാനുള്ള എല്ലാവിധ അവകാശമുണ്ട്, അവൻ വന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്. സോ കഴിവതും ഇനി നമ്മളെല്ലാവരും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉള്ള കാര്യം പറയല്ല, രേണുവായിട്ട് ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കാം, പക്ഷേ എന്നും പറഞ്ഞിട്ട് രേണുവായിട്ട് നിങ്ങൾക്ക് സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കാണുമായിരിക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ അവന് മാത്രമേ അധികാരമുള്ളൂ. ഇതാ വീട്ടിൻ്റെ ടെറസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് അവിടെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. അതായത് അന്നേടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നിങ്ങൾക്കല്ലേ. രേണുവിന് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രേണു ഇപ്പം പറയുന്നുണ്ട്, ഞാൻ വാടക വീട്ടിലോട്ട് പോവാണ്, എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതി. എന്നാൽ കുറച്ച് മുന്നേ കിച്ചുവിൻ്റെ കൂട്ടുകാരും പറഞ്ഞൊരു കാര്യം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്ത് വെച്ച് കേട്ട് നോക്കിക്കോ. അത്രയൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോഴത്തേക്ക് വാടകയ്ക്ക് വീടെടുക്കാൻ പോകുന്നു, ഫ്ലാറ്റ് മേടിക്കാൻ പോകുന്നു. എന്തൊക്കെ പ്രഹസനങ്ങൾ കാണണം. 1.5 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇത് ഇമാജിൻ ചെയ്തതോ എയോ ഒന്നുമല്ല, ലൈവ് കറണ്ട് സിറ്റുവേഷനാണത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു 10, 25, 26 വർഷം, 10, 30 വർഷം കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഇതേപോലെ വീട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതേപോലെ കാര്യം ചേച്ചി കുറച്ച് പൈസയൊക്കെ ചിലവാക്കി ഒരു വീട് അങ്ങ് വെച്ചുകൂടും, പ്രശ്നം അങ്ങ് തീരുമല്ലോ. മറുപടി പറയേണ്ട ആൾ തന്നെ വന്ന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി തീർന്നിട്ടില്ല, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം കാണിച്ച് ശാരിക. വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ് വേണ്ട, മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. രേണുവിന്റെ ചിരിയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുവാണ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പുറമാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, അവർ നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ രേണു സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ചത് സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല.
അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലചരക്ക് സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു ആഴ്ച 2 ആഴ്ചയോളം ദുബായി പോയി. ഇവർക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? വന്നിരുന്ന ഡയലോഗ് അടിച്ച് എല്ലാ എണ്ണത്തിനും കിട്ടിയല്ലോ. കിച്ചു തന്നെ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കിച്ചുവിന് യാതൊരുവിധ പ്രശ്നമില്ല എന്ന്. ഇല്ലാത്ത ഓരോ പ്രശ്നങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് തരുവാണ്. അവിടെ ഒരു വെള്ളം ചോർച്ച ഉണ്ടായിരുന്നു, അത് ഓൾറെഡി അവർ പരിഹരിച്ചു കൊടുത്തു. പിന്നെ ഇനി എന്താണ്? ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു വെക്കാൻ പോകുന്ന വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് ഫിറോസൊക്കെ പറയുന്നുണ്ട്, കിച്ചു അവിടെ പോയി എന്ന് തൊട്ട് താമസം തുടങ്ങുന്നോ ആ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ടോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കി അത് മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഫിറോസൊക്കെ അത് വാക്ക് പറഞ്ഞിരിക്കുവാണ്. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അവന് അവകാശമുള്ള വീട്ടിൽ അവനാണ് അവിടെ പോയി താമസിക്കേണ്ടത്, അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരല്ല അവിടെ പോയി താമസിക്കേണ്ടത്. അവൻ അവിടെ പോയി താമസിക്കുന്നതിൻ്റെ അന്ന് ഈ പറയുന്ന ഡാമേജ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഫിറോസൊക്കെ തന്നെ വന്നത് മെയിൻറ്റെയിൻ ചെയ്തോളും. അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി വന്നിരുന്ന ആക്ഷേപിക്കുക, വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനെ വന്നിരുന്ന ആക്ഷേപിക്കുക, ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. രേണുസുതി കാണിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്ന് ഞാൻ പലതവണ എൻ്റെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഈ പറയുന്ന കൂട്ടുകാരി അജീന തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഞാൻ നിങ്ങളെ ആ ഒരു ക്ലിപ്പിംഗ് ഇവിടെ കാണിക്കാം. ഞാനൊരു നെഗറ്റീവ്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തുമായിരിക്കും? സ്വയം ചിന്തിച്ചുകൂടെ? നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം 100%, 150% രേണുസുതിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണുസുതി കളിക്കുന്ന ബുദ്ധിയെന്ന്. എടാ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ഞാൻ വെള്ളം അടിക്കും, ഞാനന്ന് ബെഹ്റിൽ പോയത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്, എനിക്ക് വേണ്ടുന്നത് റൂമിനകത്ത് കൊണ്ടുവരും, ഞാൻ വെള്ളം അടിക്കും, അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല, അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? കാരണം രേണുസുതിക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണുസുതിയെ വളർത്തിയത്, അതിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല. അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം. അവൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തങ്ങ് ഇട്ട് തരും, ഓരോ വിഷയങ്ങൾ എടുത്തങ്ങ് ഇട്ട് തരും. ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ എന്തുമാത്രം കമൻസാണ് വന്നതെന്നുള്ളത് നമുക്ക് കേട്ടല്ലോ. അതായത് സോഷ്യൽ മീഡിയയിൽ അണഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം അങ്ങ് ഇട്ട് കൊടുക്കും, വീണ്ടും കത്തിക്കാനായിട്ട്, വീണ്ടും പഴയ പോലെ ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട്. മനസ്സിലായല്ലോ? നെഗറ്റീവ് പബ്ലിസിറ്റി, റീച്ചിന് വേണ്ടി മാത്രമാണ് ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളമടിയുടെ കേസായാൽ തന്നെ ഇവർക്ക് അറിയാം എന്ത് കൊടുത്താൽ എന്ത് ചർച്ചയാകുമെന്ന്. ഇനിയെങ്കിലും ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർക്ക് തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ബിഗ് ബോസിൽ നിന്നൊക്കെ നേരത്തെ ഇതിലും വലിയ റീച്ച് ആയിട്ടുള്ള ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവർക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു റീച്ച് ഉണ്ടോ? പോട്ട് അനിമോളുടെ കേസ് തന്നെ എടുക്കാം. അനിമോൾ പുറത്തിറങ്ങിയിട്ട് വന്നിട്ടേക്കുന്ന വീഡിയോസിൻ്റെയും ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ റീച്ച് നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്, കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതൊക്കെ അന്നേരത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി നമുക്ക് ഫിറോസിക്കയുടെ ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇത് കിച്ചു ഒരു 2 days മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടൊരു വീഡിയോ ആയിരുന്നു. കിച്ചു തന്നെയാണ് എനിക്കിതിൻ്റെ ലിങ്ക് അയച്ചു തന്നതും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ രേണുസുതിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ പല സമയങ്ങളിലും വീട് അങ്ങനെ വീട് ഇങ്ങനെ അത് ഇത് മറ്റേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്ത് ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്തും ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കിച്ചു, നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്ക, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ. പബ്ലിക്കിൻ്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണുവും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് പറ. ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയ വീടിന്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, നീ എണ്ണി പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയുക അർഹത ഉള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിൻ്റെ അനിയനാണ് ഞങ്ങൾ ഈ വീട് തന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നു, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു തരും. എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരും ഇല്ലെങ്കിൽ പോലും ഞാനത് ചെയ്തു തരും. കാരണം വെച്ചാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരെ ഉള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു, പാർട്ടായിട്ട്. അപ്പോൾ എൻ്റെത് സ്ട്രക്ചർ വരായിരുന്നു, പക്ഷേ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി. അതിൻ്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടുമില്ല. എന്താ വെച്ചാൽ ആൾക്കാർ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ
അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്താണ്. പക്ഷേ റീസെൻ്റ്ലി 2 days ബിഫോറാണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ കിച്ചുവാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റ് തങ്കച്ചനോ അല്ലെങ്കിൽ അവരൊന്നും അല്ല അവകാശി. കിച്ചുവിൻ്റെ അനിയനാണ്. അവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കേണ്ടതും. അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറേ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത് അവകാശമാണുള്ളത്? അവർക്കാർക്കും അങ്ങനെയാണോ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തുള്ളത്? അതുകൊണ്ട് തന്നെ കിച്ചുവിനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്, കിച്ചു നീ എന്ന് അവിടെ താമസിക്കുന്നോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടോ? നീ എന്നെ വിളിച്ചോ. എൻ്റെ ഒരു ബ്രദറിനെ പോലെ നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ട് എന്നെ വിളിച്ചോ. നിനക്ക് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് ഇന്നും ഞാൻ ആ വാക്ക് കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. കിച്ചും അവൻ്റെ അനിയനും എന്നവിടെ താമസമാകുന്നു. ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് എന്നിറങ്ങി പോകുന്നതോ അന്ന് നമ്മളവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരും. അവിടുത്തെ ആ വീട് എന്ന് പറഞ്ഞാൽ മഹാ അലമ്പാക്കിയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ശാരികയും മറ്റുള്ളവരും പറയും, ഈ ശാരികയൊക്കെ പോയിട്ട് അവരുടെ വീടിൻ്റെ ആ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തൊരു പോസ്റ്റ് ചെയ്യട്ടെ. എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. എന്നിട്ടും അവർ എന്താ പറയുക, വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്നെ എന്തൊക്കെയാ സ്ത്രീ വിളിച്ചെന്ന് പറയുമോ? ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ സ്ത്രീയും ഞാനും തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിൻ്റെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ദൈവവും അതിനേക്കാളും അപ്പുറം ഈ ലോകത്ത് ദൈവത്തിൻ്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്നെ അവർ വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നതൊക്കെ. ആ നാവ് കൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചിരുന്നതൊക്കെ. ഞാനതിന് മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവർ ഒരു ലെവലുണ്ട്, നമുക്കൊരു ലെവലുണ്ട്. എനിവേ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിൻ്റെ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഇതാണ് ഫിറോസൊക്കെ പറഞ്ഞത്. പുള്ളിക്കാരൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, കിച്ചു അവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ മെയിൻ്റെനൻസും പുള്ളിക്കാരൻ ചെയ്തു തരാമെന്ന് പബ്ലിക്കായിട്ട് ഇപ്പം പറഞ്ഞൊരു കാര്യമാണ്. പുള്ളി എൻ്റെ അടുത്ത് പേഴ്സണലി ഷെയർ ചെയ്തൊരു വോയിസ് ആണത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വേണം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഒരു വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രേണു സുധിയെ പോലെയുള്ള ആൾക്കാർ ദാനം തന്ന വീടിന് കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.